എല്ലാവർക്കും ചേച്ചീസ് കുക്കിങ്ങിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടി സ്വാഗതം. ഇത് കണ്ടോ, നെത്തോലി. ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് നെത്തോലി പീര വറ്റിക്കുന്നത്. വളരെ സിമ്പിളായിട്ട് നെത്തോലി പീര വറ്റിക്കുന്നത് എങ്ങനെയെന്ന് ഞാൻ ഈ വീഡിയോയിൽ കൂടി കാണിച്ചു തരാം. അതിനു മുമ്പ് എല്ലാവരോടും എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, കമൻറ്റ് ഇതെല്ലാം ചെയ്യണം. അപ്പോൾ ഇനി വീഡിയോയിലിട്ട് കിടക്കാം. ഇത് കണ്ടോ, 100 രൂപയ്ക്ക് ഇത്രയും നെത്തോലി കെട്ടിയിട്ടുണ്ട്. കഴുകി വൃത്തിയാക്കിയ നെത്തോലിയിലേക്ക് ഇനി ആവശ്യത്തിനുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞു തരാം. ഇത്രയും തേങ്ങ ഞാൻ ചിരകി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 3 പച്ചമുളക്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടി ഇടാൻ പോകുന്നു. പച്ചമുളക് ഇടുന്നതുകൊണ്ട് ഇത്ര മാത്രം മുളക് പൊടി മതിയാകും. 1 സ്പൂൺ വേണ്ട, ഒരു 1/2 സ്പൂൺ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ഒരു ശകലം മഞ്ഞൾപ്പൊടി, ഇത്രയും നമുക്ക് ചതയ്ക്കാം മിക്സി. ഇതിൻ്റെ ജാറിലേക്ക് ഞാൻ തേങ്ങ, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഇഞ്ചി, ഒരു 1/4 സ്പൂൺ ഉലുവാപ്പൊടി ഉണ്ടെങ്കിൽ അങ്ങനെ ഇട്ടാൽ മതി. പച്ചമുളക് പിന്നെ ചേർത്ത് കൊടുക്കാൻ പോകുന്നു, വട്ടത്തിലരിഞ്ഞ്. അതുപോലെ തന്നെ ഇത് കുടംപുളി ഇട്ട് വയ്ക്കുന്നതായതുകൊണ്ട്, കുടംപുളി ഇട്ട തേങ്ങാപ്പീര പറ്റിച്ചതാണ്, അതുകൊണ്ട് പിന്നെയാണ് കുടംപുളി ചേർക്കുന്നത്. ഇത് മിക്സിയുടെ ജാറിലിട്ട് ഒരു ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി, അരഞ്ഞു പോകരുത്. തോരൻ്റെ പരുവത്തിലാണ്, ചതച്ചെടുക്കാനാണ് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ചതച്ചെടുത്തിട്ട് വരാം. കണ്ടോ, ഈ പരുവത്തിൽ ചതച്ച് കിട്ടിയിട്ടുണ്ട്. ഇത് നെത്തോലിയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇടേണ്ടത് പച്ചമുളക്. 3 പച്ചമുളക് അരിഞ്ഞ് വെച്ചതും കൂടി ഇട്ട് കൊടുക്കുന്നു. ഇനി കുടംപുളി കണ്ടോ, കുടംപുളി അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നു. ഇനി മിക്സി കഴുകിയ വെള്ളം ഇതിലോട്ട്. മിക്സി കഴുകിയതെന്ന് വെച്ചാൽ മിക്സിയുടെ ജാറിൽ ഞാൻ ഇപ്പോൾ അരച്ചല്ലോ, അത് കഴുകിയത്. കുറച്ച് വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അധികം വെള്ളമായി പോകരുത്. ഇനി ഇത് നമുക്കൊന്ന് വിരകി വയ്ക്കാം. വിരകി വെച്ചു. അതിലാവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാൻ പോവുകയാണ്. ഉപ്പ് ചേർത്തതിന് ശേഷം ഒരിക്കൽ കൂടി വിരകാം. കറിവേപ്പിലയും കൂടെ ചേർത്ത് അടച്ച് വെച്ചിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. നെത്തോലി വേകുമ്പോൾ തന്നെ കുറച്ച് വെള്ളം ഇതിൽ നിന്ന് ഇറങ്ങി വരും. ചെറുതായി സിമ്മിൽ വെച്ച് അടച്ച് വെച്ച് ഇനി വേവിക്കാം. അതിന് മുമ്പ് കറിവേപ്പിലയും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. കറിവേപ്പിലയൊക്കെ ഇട്ടു. ഇനി അടച്ച് വെച്ചിട്ട് സിമ്മിൽ ഞാൻ വേവിച്ചെടുക്കാൻ പോവുകയാണ്. ആവശ്യത്തിനുള്ള കറിവേപ്പിലയൊക്കെ ഇട്ടു. ഇനി അടച്ച് വെച്ചിട്ട് സിമ്മിലൊന്ന് വേവിച്ചെടുക്കാം. വെള്ളം കുറവായിട്ടാണ് ഞാൻ സിമ്മിൽ വയ്ക്കാൻ പറഞ്ഞത്. അതല്ലാന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി തീയാകാം, പക്ഷെ നോക്കി നിൽക്കണം നമ്മൾ. അടിയിൽ പിടിക്കാൻ ചാൻസ് ഉള്ളതുകൊണ്ടാണ് അങ്ങനെ സിമ്മിൽ വയ്ക്കാൻ പറഞ്ഞത്. നമുക്കൊരു 10 മിനിറ്റ് കഴിഞ്ഞ് നോക്കാം. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ചുറ്റി കൊടുക്കണം ചട്ടി, അല്ലെങ്കിൽ ഒരു ചെറിയ ചിരട്ടത്തവിയോ സ്പൂണോ കൊണ്ടൊന്ന് ഇളക്കി കൊടുക്കണം. അങ്ങനെ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നെത്തോലി പീര പറ്റിച്ചത്. നല്ല ടേസ്റ്റാണ് കുടംപുളി ഇട്ട് വയ്ക്കുന്നത് കൊണ്ട്. കുടംപുളി ആരോഗ്യത്തിനും നല്ലതാണ്.
അപ്പോൾ ഇനി ഇത് വെന്ത് വരട്ടെ. ഇനി ഇത് നമുക്ക് എങ്ങനെയും തുറന്ന് നോക്കാം. 10 മിനിറ്റ് ആയില്ല. നല്ല മണമൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഒന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം, അല്ലെങ്കിൽ ചട്ടി ഒന്ന് ചുറ്റി കൊടുക്കാം. ഈ പരുവത്തിൽ നമുക്ക് വാങ്ങി വയ്ക്കാം. പീര വറ്റിച്ചതായതുകൊണ്ട് അങ്ങനെ ചാറ് കാണില്ല. ഇതാണ് ഇതിൻ്റെ പരുവം. ഉപ്പൊക്കെ ആവശ്യത്തിനുണ്ട് എല്ലാം നോക്കിയപ്പോൾ. അപ്പോൾ നമുക്കിപ്പോൾ ഗ്യാസ് സ്റ്റവ് ഓഫ് ചെയ്യാം. ഉടമ്പളി ഇട്ടുകൊണ്ട് നല്ല വാസനയൊക്കെയാണ് വരുന്നത്. ആവശ്യത്തിനുള്ള എരിവുണ്ട്. പച്ചമുളക് ഇട്ടിട്ടുണ്ട്, പോരാത്തതിന് സ്വല്പം മുളക് പൊടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഗ്യാസ് സ്റ്റവ് ഓഫ് ചെയ്യാം. അങ്ങനെ സ്വാദിഷ്ടമായ നെത്തോലി പീര വറ്റിച്ചത് റെഡി. ഇതിൻ്റെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഒരുപാട് പേർക്ക് അറിയായിരിക്കും, എന്നാലും അറിഞ്ഞുകൂടാത്തവർക്ക് വേണ്ടിയിട്ടാണിത്. അപ്പോൾ നെത്തോലി മീൻ കഴിക്കാത്തവർക്ക് പോലും ഇങ്ങനെ പീര വറ്റിച്ച് കൊടുത്താൽ നല്ല ഇഷ്ടപ്പെടും. വടക്കോട്ടുള്ള സ്റ്റൈലാണ് നെത്തോലി പീര വറ്റിച്ചത്. നമ്മൾ ട്രിവാൻഡ്രത്തൊക്കെ ഇങ്ങനെയല്ല, നെത്തോലി മാങ്ങയും മുളകും ഒക്കെ ഇട്ട് വയ്ക്കും. അത് വേറൊരു ദിവസം അതിൻ്റെ വീഡിയോ ഞാൻ ഇടാം. അപ്പോൾ എല്ലാവരും ഈ ചാനൽ കണ്ടിട്ട് അഭിപ്രായങ്ങൾ എന്നെ അറിയിക്കണം. വീണ്ടും പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും ബൈ ഫ്രം ചേച്ചീസ് കുക്കിംഗ്.